ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് വെജ് ചൗമീൻ ഉണ്ടാക്കാം. അതെ, നമ്മളുടെ മക്കളുടെ പ്രിയ ഭക്ഷണമായ നൂഡിൽസ്. അതിനായി ഒരു പാത്രത്തിൽ 1/4 ഭാഗം വെള്ളമെടുത്ത് നല്ലപോലെ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1.5 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്നിളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ നൂഡിൽസ് അതേപടി ഇട്ട് കൊടുക്കുക, മുറിക്കരുത്. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക, ഉടഞ്ഞു പോവാതെ. ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ നൂഡിൽസ് പാതി വെന്തിട്ടുണ്ടാകും. അത് വേവ് അറിയാനായി ഒരു ത്രെഡ് എടുത്ത് നമ്മൾക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ അത് പൊട്ടുന്നു എങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. ഇതിനെ നമുക്ക് അരിപ്പിയിൽ ഒന്ന് അരിച്ചെടുത്ത ശേഷം നല്ല തണുത്ത വെള്ളം മേതെ ഒഴിക്കുക. കൂടുതൽ വെന്തു പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ നൂഡിൽസ് ഒന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടില്ലല്ലോ. ഇതിനെ നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഒന്നുകൂടി ഡ്രൈ ആവാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അത് പരസ്പരം ഒട്ടുകയേ ഇല്ല. ഒരു കടായി ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, 1 പച്ചമുളക് ഇട്ട് 20 സെക്കൻഡ് വതക്കുക. ഒരിക്കലും ഇതിനെ ലോ ഫ്ലെയിമിൽ ഇടരുത്. ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞതിട്ട് 30 സെക്കൻഡ് വതക്കണം. ഇതിലേക്ക് ഉപ്പിടരുത്. ഉപ്പിട്ടാൽ സവാളയിൽ നിന്നും വെള്ളം ഇറങ്ങും. ഇനി നമുക്ക് പച്ചക്കറികൾ ചേർത്താം. ഒരുപാട് പച്ചക്കറികൾ ചേർക്കരുത്, മക്കൾ കഴിക്കില്ല. ആവശ്യത്തിന് മാത്രം പച്ചക്കറികളിട്ട് ഒരു 2 മിനിറ്റ് വതക്കുക. ഈ പച്ചക്കറികൾ വെന്ത് പോവാതെ സൂക്ഷിക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ചുവപ്പ് കാപ്സിക്കം കിട്ടിയില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഫ്രഷായി പൊടിച്ചു വെച്ച കുരുമുളക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് ഒന്നിളക്കുക. സോസുകളുടെ പച്ചമണമെല്ലാം മാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് മിക്സ് ചെയ്യാം. ശേഷം നമ്മളുടെ നൂഡിൽസ് ഇതിലേക്ക് ഇടാം. അതിൻ്റെ മീതെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതുപോലുള്ള ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് അടുത്ത് തന്നെ വെച്ച് വേണം ഉണ്ടാക്കാൻ തുടങ്ങാൻ. നമ്മുടെ വെജ് ചൗമീൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളിത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പുതിയൊരു റെസിപ്പിയുമായി കാണും വരേക്കും താങ്ക് യു ഡിയേഴ്സ്.